അൽഹംദുലില്ലാ. ഒട്ടകത്തിൻ്റെ കൂട്ടങ്ങളെ വളർത്തുന്ന ഹുദൈബിയക്കടുത്തുള്ള ഷുമൈസി എന്ന പ്രദേശത്തിനടുത്തുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ അടുത്താണ് ഷുമൈസി എന്ന് പറയുന്ന ഹുദൈബിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പ്രദേശമുള്ളത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മക്കയിൽ നിന്ന് ഹിജറ പോയി 6 വർഷം പിന്നിട്ടു. എന്തുമാത്രം ആഗ്രഹങ്ങളുണ്ടാകും ജന്മനാടൊന്ന് കാണാൻ. പക്ഷേ ഒരു നിലക്കും നാട്ടിലേക്ക് തിരിച്ചു വരാനോ കാണാനോ പറ്റാത്ത ഒരു സാഹചര്യം. 2ാം വർഷം ബദർ യുദ്ധം, 3ാം വർഷം ഉഹദ് യുദ്ധം, 5ാം വർഷം ഖന്തഖ് യുദ്ധമൊക്കെ കഴിഞ്ഞ് 6ാമത്തെ വർഷത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ട അടിസ്ഥാനത്തിൽ സ്വപ്നം കാണുകയുണ്ടായി. അതുപ്രകാരം നബി തങ്ങൾ വിശുദ്ധമായ മക്കയിലേക്ക് ഇഹ്റാമിലായി വരാനൊരുങ്ങുകയാണ്. ആ വിവരം അറിഞ്ഞപ്പോൾ 1500 സ്വഹാബിമാരും കൂട്ടത്തിൽ ഒരുങ്ങി. അങ്ങനെ അവർ മക്കത്തേക്ക് അടുത്തപ്പോഴാണ് റീത്തുവ എന്ന പ്രദേശത്ത് 200 പട്ടാളക്കാർ, ഖാലിദ് ബിൻ വലീദ് എന്നവരുടെ നേതൃത്വത്തിലുള്ള ഒരു ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 100 ആളുകൾ, അതുപോലെ തന്നെ ഇക്രിമത്ത് ബിൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു ബറ്റാലിയനും 200 പട്ടാളക്കാർ വന്ന് കാത്തു നിൽക്കുന്നു. മുഖദ്ദിമത്തുൽ ജയ്ഷ് മുഖേന അറിഞ്ഞപ്പോൾ അസ്ഫാനിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ വന്നിട്ടൊരു സംഘട്ടനമില്ലാതിരിക്കാൻ വഴി മാറി പഴയ ജിദ്ദ റോഡിൽ നിന്ന് കാണുന്ന ഷുമൈസി എന്ന ഈ പ്രദേശത്തിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ ഷുമൈസി ഹുദൈബി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബിയുടെ ഒട്ടകം മുട്ടുകുത്തുകയാണ്. പല സന്ദർഭങ്ങളിലും ഇൻഫർമേഷൻ നൽകാറുള്ള ഈ ഒട്ടകത്തിൻ്റെ ഈ നിലപാട് അതിലെന്തൊക്കെയോ സൂചനകൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അവിടെ തന്നെ ഇറങ്ങി പിന്നെ ദിവസങ്ങളോളം അവിടെ നിൽക്കുകയുണ്ടായി. അതിനിടയിൽ ബുദൈൽ ബിൻ വർക്കഴി എന്നു പേരുള്ള മക്കത്തെ ഒരാൾ വന്ന് നിരീക്ഷിച്ചു. ഇവർ യുദ്ധത്തിനല്ല, പ്രശ്നത്തിനല്ല, ഉംറ നിർവഹിക്കാനാണെന്ന നിലക്ക് ഇക്രിമയോട് പറഞ്ഞെങ്കിലും മർക്കടമുഷ്ടിയുള്ള ഇക്രിമത്ത് ബിൻ അബൂജഹൽ സമ്മതിച്ചില്ല. രണ്ടാമത് ഉർവത്ത് ബിൻ മസ്ഊദ് എന്നവർ, ഇവർ രണ്ടുപേരും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമാ. ആ നിലക്ക് ചർച്ചകൾ വന്ന് വിഷയങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടും സമ്മതിക്കാതിരുന്നപ്പോൾ നബിതങ്ങൾ ഒരു സ്വഹാബിയെ മക്കയിലേക്ക് വിടുന്നു. ആ സ്വഹാബിയെ സഞ്ചരിച്ച ഒട്ടകത്തെ കഴുത്തറുത്തുകൊണ്ട് ആ സ്വഹാബിയെ വരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ നബിതങ്ങൾ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. 4ാമത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അലിയാർ തങ്ങൾ നബിതങ്ങളുടെ ഒരു കത്തെഴുതുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കത്തുമായിട്ട് മക്കയിലേക്ക് പോയി. കൂടെ 10 ആളുകളുണ്ടായി. അവരെ കുടുംബങ്ങളിലേക്കും കാരണം ഹിജറക്ക് പോകാൻ കഴിയാത്ത ആളുകളെ അവരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി 10 ആളുകളും. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിർവഹിക്കാം, പ്രവാചകർ ഇങ്ങോട്ട് കടക്കാം, മുഹമ്മദ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ആ സന്ദർഭത്തിൽ എൻ്റെ ഹബീബില്ലാതെ ഞാൻ നിർവഹിക്കൂല എന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയും അങ്ങനെ തടഞ്ഞു വെക്കുകയും ചെയ്തു. ദിവസങ്ങളായും കാണാതെ വന്നപ്പോൾ ഒരു കിംവദന്തി, ഒരു വ്യാജ പ്രചരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ട പ്രതിനിധി, ഒരു രാജ്യത്തിൻ്റെ ഒരു അംബാസഡർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വകവരുത്തി എന്നൊരു വിവരം അറിഞ്ഞപ്പോൾ അവിടെ നബി തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ സഹിക്കേണ്ടതില്ല, ക്ഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹുദൈബിയ എന്ന് പറയുന്ന ഇന്ന് പള്ളി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരത്ത് ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബൈഅത്ത് ചെയ്യുകയാണ്. ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച നാം ഇനി സഹിക്കുകയില്ല, ഇനി മരണം വരെ പോരാടും, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന നിലക്ക് ഒരു പ്രതിജ്ഞ ഇടത് കൈ വെച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തപ്പോൾ ഓരോ സ്വഹാബിമാരും പുരുഷന്മാരും വന്ന് ബൈഅത്ത് ചെയ്തു. അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങുകയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ, സൂറത്തുൽ ഫത്ഹിൽ. നബിയെ തങ്ങളെ കൈപിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തവരെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു ബൈഅത്ത് എന്ന പേരിൽ ആ സംഭവം പ്രസിദ്ധമാവുകയാണ്, ബൈഅത്തുർ റിദ്വാൻ. ഇൻഷാ അള്ളാഹ് ആ സ്ഥലത്തിൻ്റെ അടുത്താണ്. ഇവിടെ ഏതായാലും വരുന്ന സമയത്താണ് ഒട്ടകക്കൂട്ടങ്ങളുമായി
ഒരുപാട് സുഡാനികൾ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഫ്രഷ് പാല് കറന്നു കൊടുക്കുന്നു. അതുപോലെ ഒട്ടകവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നു. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി പലരും സഞ്ചരിക്കുന്നു. ഏതായാലും ഇതൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണല്ലോ. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ യാത്രയും കാഴ്ചയുമൊക്കെ ഒരു കാരണമാക്കട്ടെ എന്ന് ദുആ ചെയ്തു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.